വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സുബി വിനോദ്. അപ്പോൾ ഹാപ്പി ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊന്നുമല്ല, ഇത് ഫിജി. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഫിജി. പച്ചപ്പനകളും പവിഴപ്പുറ്റുകളും നീല തടാകങ്ങളും ചേർന്ന് ഫിജിയുടെ കടൽ തീരത്തെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. ഇവരുടെ ഭാഷ ഫിജിയൻ കലർന്ന ഹിന്ദി സംസാരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ഇത് കേരളം തന്നെയാണോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. കാരണം വേറൊന്നുമല്ല, ഇവിടുത്തെ കൃഷി രീതികൾ തന്നെയാണ്. ഇപ്പം നോക്കിയാൽ നമുക്കറിയാം, ഇതുവഴിയൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിന് പുറത്തുകൂടി നമ്മുടെ കൃഷിയിടങ്ങളിൽ കൂടി നടന്നു പോകുന്ന ഒരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ധാരാളം തെങ്ങിൻ തോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ തെങ്ങും അതുപോലെ തന്നെ വാഴ, കൊപ്ര, പൈനാപ്പിൾ, കരിമ്പ്, ഇഞ്ചി, വാഴ, മരച്ചീനി, ഇതൊക്കെയാണ് ഇവിടുത്തെയും കൃഷി രീതികൾ. ലോകപ്രശസ്തമാണ് ഫിജിയിലെ ദ്വീപുകൾ. അതിമനോഹരമായ ഭൂപ്രകൃതിയും പവിഴപ്പുറ്റുകളും തെളിമയാർന്ന കടലിനോട് ചേർന്ന് കിടക്കുന്ന കായലും ഫിജിയെ ഏറെ ആകർഷണീയമാക്കുന്നു. ഓരോ ദിവസവും അവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ സൂര്യോദയം. നമ്മൾ ഇന്ത്യയിൽ സൂര്യനെ കാണുന്നതിന് 6.5 മണിക്കൂർ മുൻപ് ഫിജിയിൽ സൂര്യനെ നമുക്ക് കാണാം. ശരിക്കും ഇത് കേരളം തന്നെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ചകളാണ് ഫിജിയിൽ എവിടെ നോക്കിയാലും. ഇത് നമ്മുടെ പൂവരിശ, നമ്മുടെ കേരളത്തിൽ സർവ്വസാധാരണയായി കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് പൂവരിശ. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ സുപരിചിതമായ നമ്മുടെ ചെമ്പരത്തി. ഇങ്ങനെയുള്ള തോട്ടങ്ങളിൽ പണിയെടുക്കുന്നതിന് ബ്രിട്ടീഷുകാർ ധാരാളം ഇന്ത്യക്കാരെ ഫിജിയിലെത്തിച്ചു. അങ്ങനെയാണ് ഫിജി ഇന്ത്യൻസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ കൂടുതലും ഫിജി ഇന്ത്യൻസ് ആണ്. ഫിജിയുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനമാണ് ടൂറിസം. ഇവർ ഫിജിയൻ കലർന്ന ഹിന്ദിയാണ് സംസാരിക്കുന്നതെങ്കിലും ഇവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാമെന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ അവരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് വസ്ത്രനിർമ്മാണം. അപ്പം ഈ കാണുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ അവർ വിൽക്കാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫിജിയൻ വിശേഷങ്ങൾ. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. പക്ഷെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. നമുക്ക് ഈ വീഡിയോ ചെയ്യുവാനായിട്ട് ഒരുപാട് നല്ല നല്ല കാഴ്ചകളും ഫിജിയൻ വിശേഷങ്ങളും എല്ലാം നമുക്ക് വേണ്ടിയിട്ട് പകർന്നു തന്ന നമ്മുടെ സ്വന്തം മണിച്ചാച്ചനാണ്. മണിച്ചാച്ചന് ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഓസ്ട്രേലിയൻ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോകളിൽ കാണാം. ഓക്കേ.